നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ മറന്നിട്ടില്ലല്ലോ. മനുഷ്യാവകാശ നിരീക്ഷണ ദൗത്യത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഉക്രൈനിൽ ഇതുവരെ കൊല്ലപ്പെട്ട സാധാരണക്കാർ 10,582, പരിക്കേറ്റവർ 19,875, കൊല്ലപ്പെട്ട ഉക്രൈൻ സൈനികർ 35,000. ഈ മാസം 14 വരെ റഷ്യൻ പക്ഷത്ത് 44,654 പേരുടെ മരണം സ്ഥിരീകരിച്ചതായി BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. മരണം 1,00,000 വരെ ആകാമെന്നും അവർ പറയുന്നു. റഷ്യയ്ക്ക് വേണ്ടി പൊരുതുന്ന കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയിലെ 20,000 പേർ കൊല്ലപ്പെട്ടതായി അവരുടെ തലവൻ യെവഗ്നി പ്രിഗോഷിൻ 2023 മെയിൽ പറഞ്ഞിരുന്നു. റഷ്യൻ സേനയിൽ 1,4 ലക്ഷം പേർ കൊല്ലപ്പെട്ടതായും പ്രിഗോഷിൻ പറഞ്ഞിരുന്നു. 24 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 192 പേരും കൊല്ലപ്പെട്ടു. കർണാടകയിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥി നവീനും ഇക്കൂട്ടത്തിലുണ്ട്. 60 ലക്ഷം അഭയാർത്ഥികൾ, 60 ലക്ഷം ഉക്രൈൻകാർ അഭയാർത്ഥികളായ അയൽ രാജ്യങ്ങളിലെത്തി. 80 ലക്ഷം പേർക്ക് സ്വന്തം രാജ്യത്ത് തന്നെ മറ്റിടങ്ങളിലേക്ക് മാറേണ്ടി വന്നു. 4.38 കോടി വരുന്ന ജനസംഖ്യയുടെ 1/3 പേർ സ്വന്തം വീട് വിട്ടുപോയി. ഇവരിൽ 90% പേരും സ്ത്രീകളും കുട്ടികളും. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധി, ചരിത്രത്തിലെ 4ാമത്തേതും. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് യുക്രൈനിൽ നിന്ന് യുദ്ധത്തെ തുടർന്ന് മടങ്ങിയെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ 15,783. സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ ഉക്രൈൻ അതിവേഗം കീഴടക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കരുതിയെങ്കിലും സൈന്യത്തിൻ്റെ യുദ്ധപരിചയക്കുറവും എതിർപക്ഷത്തെ ശക്തമായ ചെറുത്തുനിൽപ്പും മൂലം കണക്കുകൂട്ടൽ പിഴച്ചു. ഖർക്കീവ്, കേഴ്സൺ തുടങ്ങി പിടിച്ചെടുത്ത പല പ്രധാന നഗരങ്ങളും പിന്നീട് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ ഉക്രൈൻ്റെ പ്രതിരോധം ഇപ്പോൾ ദുർബലമാകുകയാണ്. ഉക്രൈൻ അധിനിവേശം 2 വർഷം പിന്നിടുമ്പോൾ റഷ്യയ്ക്കെതിരെ US-ഉം ബ്രിട്ടനും ഉപരോധം കടുപ്പിച്ചു. 500-ലേറെ പുതിയ ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നതായി US പ്രസിഡന്റ് ബൈഡൻ അറിയിച്ചു. റഷ്യൻ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആണവായുധ കമ്പനിക്കുമെതിരെ ഉപരോധമുണ്ട്. റഷ്യൻ ആയുധ വ്യവസായത്തിനും മറ്റും സഹായം നൽകുന്ന 50 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ബ്രിട്ടനും ഉപരോധം പ്രഖ്യാപിച്ചു. ഉപരോധം നേരിട്ടവയിൽ ചൈനയിലെയും തുർക്കിയിലെയും കമ്പനികളുമുണ്ട്.